ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ ദിവസം യുദ്ധങ്ങൾ കൊണ്ട് അനാഥരായവർക്കായുള്ള ദിവസമാണ്. അതായത് വേൾഡ് ഡേ ഫോർ വാർ ഓർഫൻസ്. ലോക ചരിത്രത്തിൽ യുദ്ധത്തിന്റെ ക്രൂരത വിളിച്ചോതുന്ന ഒരു ചിത്രം ഓർക്കാതെ ഈ ദിവസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഏതായിരുന്നു അത്? 1972 വിയറ്റ്നാം യുദ്ധകാലത്ത് പകർത്തിയ ആ ചിത്രം, നപാം ഗേൾ. കരിഞ്ഞു പൊള്ളിയ ശരീരവുമായി വസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ട് വേദന കൊണ്ട് അലറി കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. 9 വയസ്സുകാരിയായ ഫാൻ തിം കിങ് ഫുക്ക് ആയിരുന്നു അത്. അവളുടെ വീടിന് മുകളിൽ ബോംബുകൾ വീണപ്പോൾ അവൾക്ക് അവളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി. ഒപ്പം അവളുടെ ബാല്യവും കൂടി കരിഞ്ഞുപോയി. വർഷങ്ങൾക്കു ശേഷം അവൾ പറഞ്ഞു, ആ നപ്പാം ബോംബുകൾ എൻ്റെ ശരീരത്തെയാണ് പൊള്ളിച്ചത്, പക്ഷേ യുദ്ധം എൻ്റെ ആത്മാവിനെ അനാഥമാക്കിയെന്ന്. ഫാൻ തി കിം ഫുക്കിനെ പോലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇന്നും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധത്തിൻ്റെ തീച്ചൂളയിൽ കഴിയുന്നത്. യുദ്ധം വെറും വാർത്താ തലക്കെട്ടുകളല്ല. അത് ഒരു നിമിഷം കൊണ്ട് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് എറിയപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി കൂടിയാണ്. ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദത്തേക്കാൾ ഭീകരമാണ് ഓരോ കുഞ്ഞു മക്കളുടെയും നിലവിളികൾ. അനാഥരാക്കപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ശൂന്യത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യുദ്ധം ജയിക്കുന്നത് ആരുമാകട്ടെ അല്ലേ, തോറ്റുപോകുന്നത് എന്നും ചില കുഞ്ഞുങ്ങളാണ്. അവർക്ക് വേണ്ടത് ആയുധങ്ങളല്ല, മറിച്ച് തലചായ്ക്കാൻ ഒരിടവും സ്നേഹമുള്ളൊരു തണലുമാണ്. ഈ ദിനത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ലോകത്തെവിടെയും ഒരു കുഞ്ഞിനെയും അനാഥമാക്കാൻ ഇനിയൊരു ബോംബ് വർഷിക്കാതിരിക്കട്ടെ എന്ന്, ഇനിയുള്ള നപാം ഗേൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. ഒരു വാചകം കൂടി ഓർമ്മിപ്പിക്കുകയാണ്: യുദ്ധം കുട്ടികളെ അനാഥരാക്കുന്നു, സമാധാനം അവർക്ക് ലോകത്തെ നൽകുന്നു. ഇനി ഇങ്ങനത്തെ നമ്മുടെ ലോകമെന്ന് പറയുന്നത് ഇപ്പോഴും പലവിധமான യുദ്ധ മുഖങ്ങളിൽ നിൽക്കുകയാണല്ലേ. ഒരു യുദ്ധം കഴിഞ്ഞ 4 വർഷമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു, റഷ്യ യുക്രൈൻ വോർ. അത് ഈ ഫെബ്രുവരി ആകുമ്പോൾ 4 വർഷമാവുകയാണ്. എത്ര ചർച്ചകൾ നടന്നു, എത്ര ഉടമ്പടികൾ വരുന്നു, എത്ര പേർ മുന്നിട്ടിറങ്ങുന്നു. പക്ഷേ ഈ 2 ഭരണാധികാരികളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. പക്ഷേ ആ 2 പേരും വേറെ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ അവരുടെ രാജ്യം താമസിക്കുന്നുണ്ട്. പക്ഷേ ആ രാജ്യത്ത് അനാഥരായപ്പെട്ടു പോയ എത്ര മനുഷ്യരുണ്ട്, അവരെക്കുറിച്ച് ഇവരാരും ഓർക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ലോകത്തെവിടെ നടക്കുന്ന യുദ്ധങ്ങളും യുദ്ധസമാന സാഹചര്യങ്ങളും ഒക്കെയും സമ്മാനിക്കുന്നത് കൊടിയ ദുരിതവും വേദനയും കഷ്ടപ്പാടും കണ്ണുനീരും ചോരയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതുണ്ടാകാതിരിക്കട്ടെ, ശാന്തി പടരട്ടെ എല്ലായിടങ്ങളിലും.